കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചി വ്യാപാരത്തിന്റെയും വ്യവസായത്തിന്റെയും മാത്രമല്ല, സമ്പന്നമായ ജലപാത ശൃംഖലയുടെയും പേരിൽ ശ്രദ്ധേയമായ നഗരമാണ്. നഗരത്തിന്റെ വികസനത്തിലും ജലഗതാഗതത്തിലും മഴവെള്ള നിർഗമന സംവിധാനത്തിലും കനാലുകൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും സഹായകമായിരുന്ന ഈ കനാലുകൾ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. മാലിന്യ നിക്ഷേപം, കയ്യേറ്റങ്ങൾ, ജലമലിനീകരണം, ചെളിയടിഞ്ഞുകൂടൽ, ജലപ്രവാഹ തടസ്സങ്ങൾ എന്നിവ കനാലുകളുടെ സ്വാഭാവിക പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ഇതിന്റെ ഫലമായി വെള്ളക്കെട്ട്, പരിസ്ഥിതി നാശം, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നു. കൊച്ചിയിലെ പ്രധാന ജലപാതകളിലൊന്നായ രാമേശ്വരം കനാൽ ഇന്ന് ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങൾ നേരിടുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും കനാലിലേക്ക് തള്ളപ്പെടുന്നതോടെ ജലത്തിന്റെ ഗുണനിലവാരം കുറയുന്നു. ചെളി അടിഞ്ഞുകൂടുന്നതിലൂടെ ജലപ്രവാഹം തടസ്സപ്പെടുകയും മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്യുന്നു. ഒരു വലിയ കനാലാണിത് കാണാം. പക്ഷെ അത് ശുദ്ധീകരിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അത് ഉപകാരപ്രദമാകുന്നതാണ്. കാരണം വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന കാണുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണത്. ഇത്രയും വർഷം പഴക്കമുള്ള ഈ സാധനത്തിന് ഇന്ന് വരെ ഒരാളും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ശുദ്ധീകരിക്കാനോ അത് കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ 10-30 വർഷമായിട്ടൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ നിന്ന് അറവശാലയിൽ നിന്നുള്ള പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. അത് തട്ടിവിടുന്ന ഒരു രീതിയുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ അവിടെ ജോലി എടുത്തിട്ടുള്ള ആളാണ്. ഞാനവിടെ ഇതിൻ്റെ അകത്ത് പെയിന്റിങ്ങിന്റെ വർക്കിന് തന്നെ ഞാനവിടെ ജോലി എടുത്തിട്ടുള്ളതാണ്. കാരണം നിൽക്കാൻ പറ്റില്ല, അത്രയും രൂക്ഷബന്ധമായിരിക്കുള്ളൂ. ഇപ്പോൾ വേലിയേറ്റമായതുകൊണ്ടാണ് വലിയ ഇറക്ക സമയത്തും ഇത് വന്നു കഴിയുമ്പോൾ എല്ലാം തങ്ങി സൈഡിൽ കിടക്കും സാധനങ്ങൾ. പശുവിന്റെ മാഷം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, വയറിന്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ. അങ്ങനെയുള്ള കുറെ അവശിഷ്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന ജലപാതയായ കണ്ണമാലി കനാൽ അനധികൃത മാലിന്യ നിക്ഷേപത്തിന്റെയും കയ്യേറ്റങ്ങളുടെയും ഇരയാണ്. ജലസസ്യങ്ങളുടെ വ്യാപനവും കനാലിന്റെ വീതിയും ആഴവ് കുറയുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. എല്ലാം വന്ന് അവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന സാധനമല്ല ഇവിടെ തന്നെ അടിക്കുന്നത്. ഇന്ന് പോകാൻ പറ്റത്തില്ല. ഇതൊന്ന് എല്ലാം പൊങ്ങി നമ്മുടെ വീട്ടിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കണം. ഈ ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല കാര്യമില്ല. ഇത് പറയും ചെയ്തതിനാൽ കുഴപ്പമില്ല. വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ചെറിയ കൊച്ചുണ്ട്. 5 മാസമുള്ള കൊച്ചായിരിക്കണം. ഇപ്പോൾ ഈ മാസം കടലിൽ കയറിയെന്നാലും ഇതിനെ ബുദ്ധിമുട്ട്. കൊച്ചിനോടൊക്കെ നമ്മൾ ഇവിടെ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഒഴുകുന്ന മാമംഗലം കനാൽ കൊച്ചിയുടെ മഴവെള്ള നിർഗമന സംവിധാനത്തിലെ പ്രധാന ഘടകമാണ്. എന്നാൽ മാലിന്യജലവും ഖരമാലിന്യങ്ങളും കനാലിലേക്ക് ഒഴുക്കുന്നത് ജലമലിനീകരണം വർദ്ധിപ്പിക്കുകയും മഴക്കാലത്ത് വെള്ളപ്പൊക്ക സാധ്യത ഉയർത്തുകയും ചെയ്യുന്നു. പ്രശ്നം എന്ന് പറയുമ്പോൾ വെള്ളം ഈ കനാലുണ്ടാവില്ലെങ്കിലും വെള്ളക്കെട്ട് മഴക്കാലത്ത് എവിടെയും വെള്ളക്കെട്ട്. അതിനിപ്പോൾ എന്തെല്ലാം ചെയ്താലും ആ വെള്ളക്കെട്ടിന് തടസ്സമൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കനാലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചുവിട്ട് അങ്ങനെ വഴി പൊയ്ക്കോളും. അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വേസ്റ്റ് അടി അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ? വേസ്റ്റ് അടിക്കാൻ അത് ഈ ലോകം അവസാനിച്ചാലും അത് ഉണ്ടാവുള്ളൂ. അതെല്ലാവരും വേസ്റ്റ് കൊണ്ടുവന്ന് അതിനകത്തിടും. ഇപ്പൊ സ്ലാബ് ഇട്ടാൽ അതിനകത്ത് വേസ്റ്റ് തന്നെ വരും. മഴക്കാലത്ത് എല്ലാം കൂടി ഒരു പ്രാദേശിക ജലനിർഗമന ശൃംഖലയിലെ പ്രധാന ഭാഗമായ പണ്ടാരച്ചിറത്തോട് കനാൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജലസസ്യങ്ങളുടെ അമിത വളർച്ചയാണ്. കനാലിന്റെ ഉപരിതലത്തിൽ വ്യാപകമായി പടരുന്ന ജലസസ്യങ്ങൾ ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. മാലിന്യ നിക്ഷേപവും ചെളി അടിഞ്ഞുകൂടലും പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കുന്നു. ഞങ്ങൾക്ക് ഈ വെള്ളം ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിലൊക്കെ വെള്ളം കയറി, കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി മുങ്ങി, വീടുകളൊക്കെ മുങ്ങി. എന്നിട്ടും പറഞ്ഞിട്ടും അവര് ഒരു പ്രാവശ്യം ചെയ്ത് ഇപ്പൊ 2-3 കൊല്ലം ഇത് ചെയ്തിട്ട്. ഇപ്പൊ എത്ര കൊല്ലം ഇപ്പൊ അവരിങ്ങനെ പിടിച്ച് വെള്ളം പോകാണ്ട് വെള്ളം വീടുകളിലൊക്കെ കയറി അവരുടെ വീടിന്റെ ആ അടക്കളയൊക്കെ മുങ്ങിക്കിടക്കണ. ഇപ്പോൾ കാണണമെങ്കിൽ അത് കാണാം. മുങ്ങി വെള്ളത്തിൽ കിടക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഈ പായലുണ്ട്. എന്ത് കൊതുകാണ് കിടക്കാൻ പറ്റുന്ന. പിള്ളേരൊക്കെ പേടിയായിട്ട് ആ വലയൊക്കെ കെട്ടി വെച്ചേക്കണ പിള്ളേർ കുറെ കൊച്ചു കുട്ടികളുണ്ട് ഇവിടെ, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ വെള്ളത്തിലേക്ക് വീണാലാന്ന് വിചാരിച്ചിട്ടാണ് പേടിച്ചിട്ട് ഇതിലവിടെ വല കെട്ടിയിടണം. മഴ വല കാറ്റുണ്ട്, ആ വലയുണ്ട്. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തു തന്നാൽ വലിയ ഉപകാരം.
ആരും വന്ന് അതിനെപ്പറ്റി നടപടി എടുക്കണില്ല, നോക്കണില്ല, അന്വേഷിക്കണില്ല, ഒന്നുമില്ല. മഴക്കാലത്ത് വീട്ടിൽ വെള്ളം കയറുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഇതിന്റെ ഇവിടുത്തെ സംഭവമൊക്കെ മൊത്തം വെള്ളം കയറലായിരുന്നു. എന്നാലും ഇപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അതിന്റെ വീട് പെട്ടെന്ന് കത്തിയിട്ട് 1 വർഷം കഴിഞ്ഞ്. പക്ഷെ അതിപ്പോ വെള്ളത്തിലാ കിടക്കണ. എല്ലാ തോട്ടിലെ വെള്ളവും മഴവെള്ളവും ചോരലും ഒക്കെ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറകേന്ന് ഏറ്റം വരുമ്പോഴേക്കും ഇവിടം വരെയും വെള്ളം വരും. അപ്പൊ ഞങ്ങളുടെ ബാത്റൂമും അടുക്കളയൊക്കെ വെള്ളത്തിലായിരിക്കും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ അത്രയും വന്നില്ല. ഞങ്ങൾ അവിടെ പൊക്കിയത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് തോന്നാത്ത. എന്നാലും ഇവിടം വരെ വെള്ളം കയറും. കനാലിൽ നിന്നുള്ള വെള്ളമാണ് കനാലിൽ അടിക്ക് വെള്ളം. കാരണം എല്ലാവരുടെയും കപ്പൂസുമാലിന്റെയും ഒക്കെ പോണത് അങ്ങോട്ടാണല്ലോ. അതാണ് അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക്. അവരുടെ നോക്കി ഒന്ന് ചെയ്യണോന്ന് പറഞ്ഞാൽ ആരെങ്കിലും 10 പേര് കണ്ടാൽ അതുങ്ങൾക്ക് ഒരു ഉപകാരമായ നല്ലതല്ലേ. കാരണം അതുങ്ങ മറ്റേ പേരണ്ടൂർന്ന് പറഞ്ഞാണ്. അവിടെ ഈ വെള്ളത്തിലും ചെളിയിലും ഒക്കെ കിടന്ന് ആകെ കഷ്ടപ്പെട്ടാണ് ഈ ഫ്ലാറ്റ് കൊടുത്തവർക്ക്. പക്ഷെ ആ ഫ്ലാറ്റ് കൊടുത്തിട്ട് എന്താ, മേളിലെ ബാത്റൂമിലെ അഴുക്ക് വെള്ളം വരെയും ഭിത്തി കൂടി ലീക്കായിട്ട് താഴ്ത്തുള്ള റൂമുകളിലോട്ടൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വീട് ഒരു 100 ചില്ലായിരം വീടുണ്ട്. 100 ചില്ലായിരം വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ 25 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങി. പോണ് ഈ ഭാഗം ചില വീടുകളിൽ വെള്ളം കയറും, ചില വീടുകളിൽ കുഴപ്പമില്ല. പുറകുവശമൊക്കെ ഞങ്ങളുടെ പുറകുവശമൊക്കെ വെള്ളം കയറും. ബാത്റൂമിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. ബാത്റൂമിലൊക്കെ വെള്ളം കയറണമായിരുന്നു. ഇതുപോലെ അടുപ്പ് കത്തിക്കണൊക്കെ ബാക്കിലായിരുന്നു. വെള്ളം കയറണമായിരുന്നു ഇങ്ങടാക്കി. പിന്നെ പാമ്പുകൾ വരും. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അവിടം വരെയും വരും വെള്ളം. ബാത്റൂമിൽ ഒട്ടും പോകാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രശ്നം, മെയിൻ പ്രശ്നം അതാണ്. ബാത്റൂമിലും പോകാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട ഇങ്ങനെയാണ് കിടക്കണത് ഞങ്ങളുടെ വീടൊക്കെ. പിന്നെ ഇതില് ഈ എല്ലാവരും സെപ്റ്റിക് ടാങ്കിന്റെ ഇതിലേക്കാണ് കണക്ഷൻ കൊടുത്തേക്കണം. അതിന്റെ രീതിക്കുള്ള അസുഖം പിന്നെ പറയണ്ടല്ലോ, അറിയാല്ല ഓരോതൊക്കെ. അതിപ്പോ ഈ വീട്ടില് അവര് കിഡ്നിന്റെയും ശ്വാസത്തിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വിടർച്ച എന്താണ്ടെങ്കിലും ഇതായിട്ട് അങ്ങനെ സുഖമായിട്ടൊക്കെ ഉള്ളവരാണ് മിക്കവരും. എനിക്ക് വലിയൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർ ഇവിടെ രോഗികൾ തന്നെയാണ് മിക്ക ആൾക്കാരും. നീ എത്ര നാളായി ഇവിടെ? 25 വർഷമായി. അന്ന് മുതൽ തന്നെ കനാൽ ഇങ്ങനെ തന്നെയായിരുന്നു? ഇതെല്ലാം കനാലായിരുന്നു. ഇതല്ല, ഇത് ഫുള്ള് കായലായിരുന്നു. ഇപ്പൊ ഈ നേവി കോട്ടേഴ്സ് ഇരിക്കണില്ലേ, അതെല്ലാം കായലാണ്. പച്ചക്കളറിലെ ഫ്ലാറ്റ് ക്വാർട്ടേഴ്സ് ആണ് എല്ലാം. ഇതെല്ലാം ചവറടിച്ച് നഗർത്തി എല്ലാം വന്നേക്കണം. നേവി കോട്ടേഴ്സ്, പച്ച കോട്ടേഴ്സ് എല്ലാം. ഇവിടെ ശാന്തോ സ്കൂളുണ്ട് അവിടെ. ഇതെല്ലാം ഈ ഇത് നിർത്തിയിട്ട് ഒരാൾക്കാരിങ്ങനെ വെച്ച് ഇതാക്കിയേക്കണം. പശ്ചിമ കൊച്ചിയിലെ എല്ലാ കനാലുകളുടെയും ഔദ്യോഗിക സർവേയും ലിത്തോ മാപ്പും അടിയന്തരമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. കനാൽ അധിനിവേശങ്ങൾ കണ്ടെത്താൻ സംയുക്ത ജനകീയ പഠനം ആരംഭിക്കണം. കനാലുകളിലേക്ക് നേരിട്ട് മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. മഴവെള്ള ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഡ്രഡ്ജിംഗ് നടപടികൾ വേണം. കനാൽ സംരക്ഷണ സമിതികൾ വാർഡടിസ്ഥാനത്തിൽ രൂപീകരിക്കണം. മത്സ്യത്തൊഴിലാളികളെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. പശ്ചിമ കൊച്ചിയിലെ കനാലുകളെ നഗരപരിസ്ഥിതി പൈതൃക മേഖലയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നു. ഒരു കാലത്ത് കൊച്ചിയുടെ ജീവധാരകളായിരുന്ന ഈ 4 കനാലുകളും ഇന്ന് നഗരവികസനത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ പരിസ്ഥിതി ആക്രമണത്തിന്റെ തെളിവുകളായി മാറിയിരിക്കുകയാണ്. വെള്ളം ഒഴുകേണ്ടിടത്ത് ഇന്ന് ഒഴുകുന്നത് മാലിന്യമാണ്. മത്സ്യങ്ങൾ നീന്തേണ്ടിടത്ത് ഇന്ന് പ്ലാസ്റ്റിക് കുപ്പികളാണ് പൊങ്ങിക്കിടക്കുന്നത്. കനാലുകളെ സംരക്ഷിക്കുന്നത് വെറും പ്രകൃതി സ്നേഹത്തിന്റെ ഭാഗമല്ല, അത് നഗരത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതുമാണ്. പശ്ചിമ കൊച്ചിയുടെ കനാലുകൾ മരിച്ചാൽ മഴവെള്ള നിയന്ത്രണവും മത്സ്യസമ്പത്തും ഭൂഗർഭ ജലസ്രോതസ്സുകളും നഗരത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ഒപ്പം മരിക്കും. കനാലുകൾ രക്ഷിക്കൂ എന്നത് ഒരു മുദ്രാവാക്യമല്ല, അത് കൊച്ചിയുടെ നിലനിൽപ്പിനായുള്ള അടിയന്തര മുന്നറിയിപ്പാണ്.